പാലക്കാട് പുതുപ്പരിയാരത്താണ് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഞാറക്കാട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുമാരന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകി. റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നാട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചു. നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായി 5 ലക്ഷം ഇന്ന് തന്നെ കൈമാറും. ഗോകുൽ വേസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുലി, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് വിവരങ്ങൾ? ആശുപത്രിയിലേക്ക് എപ്പോഴാണ് മൃതദേഹം മാറ്റിയത്? ഈ പ്രദേശത്ത് കയറങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ രീതിയിൽ കാട്ടാനയുടെ ശല്യമുണ്ട്. അങ്ങനെയാണ് കുമാരനെ ഈ വീട്ടിലാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. അദ്ദേഹം മൂത്രം ഒഴിക്കാനായി പുറത്തിറങ്ങി. 1 മീറ്റർ തികച്ചില്ല. അതിനിടയിലാണ് ഈ കാട്ടാന വന്ന് അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ കണ്ടു. മൃതദേഹം എടുക്കണമെങ്കിൽ കളക്ടർ എത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് കളക്ടർ എത്തി. പിന്നീട് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചു. തങ്ങൾക്ക് നിരന്തരം ഇങ്ങനെ തങ്ങളുടെ സഹോദരങ്ങളുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി വരുന്നു. അതൊരു ശാശ്വതമായ പരിഹാരം വേണം. ഫെൻസിംഗ് സംവിധാനം കൃത്യമാക്കണം. എങ്കിൽ മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ സമ്മതിക്കൂ എന്ന് ഉറച്ച നിലപാടെടുത്തതിനെ തുടർന്ന് പിന്നീട് കളക്ടർ ചർച്ച നടത്തി. അതിനൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം ഒന്ന് കുങ്കി ആന ഉപയോഗിച്ച് ആന ഇവിടെ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ആനയെ കാട്ടിലേക്ക് കയറ്റും. അലൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ തൊട്ടടുത്ത് ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ജീവൻ നഷ്ടമായത്. ആ ചെറുപ്പക്കാരനെ കൊന്ന ആന തന്നെയാണോ ഇതെന്ന് കണ്ടെത്തി അതിനെ ആണെങ്കിൽ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കും. റെയിൽ ഫെൻസിംഗ് അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കുമെന്നുള്ളത് പറഞ്ഞാണ് കളക്ടർ പോയത്. ഇപ്പോൾ പ്രദേശവാസികൾ ചേരുന്നുണ്ട്. എന്താണ് ഈ കളക്ടറുടെ ഉറപ്പിൽ മേലാണ് ഇപ്പോൾ മൃതദേഹം ജില്ലാശുപത്രിയിലേക്ക് എടുത്തത്? എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിലൊരു പ്രതീക്ഷ ഉണ്ടോ? പെട്ടെന്ന് എങ്ങനെയാണ് പ്രതീക്ഷ പറഞ്ഞാൽ പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല. അവിടെ പല സമയത്തും ഇവിടെ ഒന്നല്ലല്ലോ ഇപ്പോൾ അലന്റെ കഥ അറിയാലോ. 1.5 മാസമായിട്ടുള്ളൂ. പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ സോളി പറഞ്ഞ ഒരുത്തായി ഇവരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ ഫോറസ്റ്റുകാർ വന്നിട്ട് ഉടനെ കൊണ്ടുപോകണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സമ്മതിക്കാതെ വിട്ടതാണ്. താൽക്കാലിക ജോലിയും അതോടൊപ്പം തന്നെ താൽക്കാലിക ജോലി മകന് കൊടുക്കണം. അത് കൊടുക്കാന്ന് പറഞ്ഞു തീരുമാനമായിട്ടില്ല. അത് പറഞ്ഞു. സാമ്പത്തിക സഹായം സാമ്പത്തിക സഹായം ഇപ്പൊ തൽക്കാലം 5 റുപ്യ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം അതിന് ചെക്ക് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. മകന് താൽക്കാലിക ജോലി അത് പെർമനന്റ് ആക്കി കൊടുക്കണില്ല. അത് പെർമനന്റ് ആക്കി കൊടുക്കണം. സംഭവം അങ്ങനെയാണ്. അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല. ഞങ്ങളുടെ ഈ ഭാഗത്ത് ആന വരുന്നത് കൊല്ലി തന്നെ വേണം. കൊല്ലി തന്നെ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ആരും കളക്ടർമാരും അവരാരും സമ്മതിച്ചില്ലെങ്കിൽ നാട്ടുകാർ ചെയ്യിപ്പിക്കണം. നാട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. തോക്കും ഒക്കെ കൊടുത്ത് ചെയ്യിപ്പിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. സ്വാഭാവികമായിട്ടും പ്രദേശവാസികളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം അവരുടെ ബന്ധുക്കളും സഹോദരങ്ങളുമാണ് ഓരോ ദിവസവും ഇങ്ങനെ മരിച്ചു വീഴുന്നത്. ഏതായാലും ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ കുമാരന്റെ മൃതദേഹം ജില്ലാശുപത്രിയിലേക്ക് മാറ്റാൻ ഇവർ സമ്മതിച്ചത്. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.